നമസ്കാരം, നീളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വിഭാഗീയത ശക്തമായതോടെ CPM തൃത്താല ഏരിയ സമ്മേളനം സംസ്ഥാന കമ്മിറ്റിയുടെ നിരീക്ഷണത്തിൽ 29-30 തീയതികളിൽ തിരുമിറ്റക്കോടാണ് തൃത്താല ഏരിയ സമ്മേളനം നടക്കുക. സംസ്ഥാന കമ്മിറ്റി അംഗം MB രാജേഷ് മുഴുവൻ സമയവും സമ്മേളനത്തിലുണ്ടാകും. ഇക്കാര്യം മുൻകൂട്ടി തന്നെ പ്രതിനിധികളെ അറിയിച്ചിട്ടുണ്ട്. ചാലിശ്ശേരിയിൽ കഴിഞ്ഞ പാർട്ടി സമ്മേളന കാലത്ത് തൃത്താല ഏരിയ സമ്മേളനത്തിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടന്നതായി ആരോപണമുയർന്നിരുന്നു. പാർട്ടി ജില്ലാ കമ്മിറ്റിയിലുൾപ്പെടെ വലിയ പൊട്ടലും ചീറ്റലും ഉണ്ടായതാണ്. തൃത്താല മേഖലയിൽ പാർട്ടി 2 ചേരിയാവുകയും ചെയ്തു. തൃത്താല സമ്മേളനത്തിലുണ്ടായ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ തെളിവ് സഹിതം സംസ്ഥാന കമ്മിറ്റിക്ക് മുന്നിലെത്തി. തൃത്താലയിലെ മുൻ MLAയും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുമായിരുന്ന VK ചന്ദ്രനെ തരം താഴ്ത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ഇദ്ദേഹത്തെ പഴയ സ്ഥാനത്തേക്ക് തിരിച്ചെടുത്തതായി വാർത്ത വന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തെ തൃത്താലയുടെ ചുമതലയിൽ നിന്ന് മാറ്റി ഒറ്റപ്പാലത്തേക്ക് നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. കൂറ്റനാട്ടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ആനക്കരയിലെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ പലരുടെ പേരിലും അന്ന് നടപടിക്ക് സംസ്ഥാന കമ്മിറ്റി നിശ്ചയിച്ച ആനാവൂർ നാഗപ്പൻ കമ്മീഷൻ ശുപാർശ ചെയ്തിരുന്നതാണ്. ഇതിൽ കൂറ്റനാട്ടെ ലോക്കൽ നേതാവിന്റെ പേരിൽ നടപടിയെടുക്കാതിരുന്നത് പാർട്ടി ലോക്കൽ സമ്മേളനങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. വിഭാഗീയതയുടെ പേരിൽ നടപടിക്ക് വിധേയനാവേണ്ടിയിരുന്നവർ വീണ്ടും നേതൃത്വത്തിലെത്തിയതായും എതിർവിഭാഗം ആരോപിക്കുന്നുണ്ട്. കൂടല്ലൂരിൽ അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ മോഷണം. വീടിനോട് ചേർന്ന മരത്തിലൂടെ വലിഞ്ഞു കയറിയാണ് കള്ളൻ അകത്ത് കയറിപ്പറ്റിയതെന്നാണ് നിഗമനം. കൂടല്ലൂർ കൂമൻതോട് പാലത്തിനു സമീപത്തെ മുണ്ടൻവളപ്പിൽ മൊയ്തീൻകുട്ടിയുടെ വീട്ടിലാണ് കള്ളൻ കയറിയത്. മൊയ്തീൻകുട്ടിയും കുടുംബവും ഗൾഫിൽ ആയിരുന്നതിനാൽ വീട് അടഞ്ഞുകിടക്കുകയായിരുന്നു. ഒരാഴ്ച മുൻപ് മൊയ്തീൻകുട്ടിയുടെ ബന്ധുക്കളെത്തി വീട് വൃത്തിയാക്കിയിരുന്നുവെങ്കിലും അന്ന് മോഷണശ്രമങ്ങളൊന്നും നടന്നിരുന്നില്ല. ഇവർ വീട് പൂട്ടിപ്പോയതിനു ശേഷമുള്ള ഒരാഴ്ചക്കിടെയാണ് വീട്ടിൽ മോഷ്ടാവ് കയറിയതെന്നാണ് പ്രാഥമിക നിഗമനം. വീടിനോട് ചേർന്ന് നിൽക്കുന്ന മരത്തിലൂടെ വലിഞ്ഞുകയറി വീടിന്റെ 2ാം നിലയിലെത്തിയ കള്ളൻ മുകൾ നിലയുടെ വാതിൽ തകർത്താണ് അകത്ത് കയറിയതെന്നാണ് പ്രാഥമിക നിഗമനം. വീട്ടിലെ മുറികളിലും പരിശോധന നടത്തിയ മോഷ്ടാവ് അലമാരകളെല്ലാം കുത്തി തുറന്നു. വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ഉടമസ്ഥൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്നില്ല. അതേസമയം വീട്ടിൽ കുട്ടികൾ കുണ്ടികയിലാക്കി സൂക്ഷിച്ചിരുന്ന 2000-ഓളം രൂപ മോഷ്ടാവ് കവർന്നെടുത്തു. ചൊവ്വാഴ്ച രാവിലെ വീണ്ടും വീട് വൃത്തിയാക്കാനെത്തിയ ബന്ധുക്കളാണ് മോഷണ വിവരം ആദ്യം അറിയുന്നത്. ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് തൃത്താല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. CCTV ന്യൂസ് തൃത്താല. ഓങ്ങല്ലൂർ വാടാനംകുറിശി മേഖലയിൽ മോഷ്ടാക്കളുടെ ശല്യം വ്യാപകമാകുന്നു. പല വീടുകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണശ്രമം നടന്നിരുന്നു. വീട്ടുകാർ പോലീസിൽ പരാതി നൽകി. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വാടാനംകുറിശി പ്രദേശത്തുകാർ ഇപ്പോൾ മോഷ്ടാക്കളുടെ ഭീതിയിലാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ പ്രദേശങ്ങളിൽ മോഷ്ടാക്കളുടെ ശല്യം രൂക്ഷമാണെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം 10ാം വാർഡ് മെമ്പർ പ്രിയ പ്രശാന്തിന്റെ വീട്ടിലും മോഷണശ്രമം ഉണ്ടായി. രാത്രി 12 മണിയോടെ വീട്ടിലെ വളർത്തുനായ നിർത്താതെ കുരയ്ക്കുന്നത് കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. തുടർന്ന് ലൈറ്റിട്ട് നോക്കിയപ്പോഴേക്കും മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. വീടിന്റെ വാതിൽ മുട്ടുകയും നിർത്താതെ കോളിംഗ് ബെൽ അടിക്കുകയും ചെയ്തതായും പറയുന്നുണ്ട്. കറുത്ത നിറത്തിൽ അല്പവസ്ത്രധാരിയായ ഒരാളെയാണ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ താനും മകനും കണ്ടതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയ പ്രശാന്ത് പറഞ്ഞു. ഗേറ്റ് ചാടി ഇയാൾ ഓടിപ്പോവുകയായിരുന്നുവെന്നും തുടർന്ന് തന്നെ പോലീസിൽ വിവരമറിയിച്ചതായും ഇവർ വ്യക്തമാക്കി. ഇന്നലെ ഏകദേശം ഒരു 12 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ കിടക്കാൻ പോയ സമയത്ത് നായ്ക്കുട്ടി പതിവില്ലാതെ കുരയ്ക്കുന്നത് കണ്ടിട്ടാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ പുറത്തേക്കുള്ള ലൈറ്റുകളൊക്കെ ഇട്ടു. തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. ജനലിൽ കൂടെ നോക്കിയപ്പോൾ ഒരാൾ മുറ്റത്ത് കൂടെ അങ്ങോട്ട് മതിലിൽ ചാടി പോകുന്നതാണ് കണ്ടത്. സമീപ പ്രദേശങ്ങളിൽ 2-3 ദിവസങ്ങളിലായിട്ട് മോഷ്ടാക്കളുടെ മോഷണശ്രമം നടന്നതായിട്ട് അറിവുണ്ട്. അപ്പോൾ അത് കാരണം എല്ലാവരും ഒന്ന് ശ്രദ്ധയിലായിരുന്നു. സമീപത്തുള്ള വീടുകളിലൊക്കെ വിളിച്ച് ഒന്ന് അലർട്ടായിരിക്കാൻ വേണ്ടി പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ വന്ന് സ്ഥലം പരിശോധന നടത്തിയ പക്ഷെ ഒന്നും കണ്ടെത്താനൊന്നും സാധിച്ചില്ല. അവർ അല്പവസ്ത്രധാരികളായിരുന്നു. പിന്നെ ഇരുനിറത്തിലാണ്. അത് എന്തെങ്കിലും ഇനി ദേഹത്ത് പൂശിയിട്ടുള്ളതാണോ അതോ അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള നിറാണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ ഒരു 2 രൂപമാണ് കണ്ടത്. സമീപത്തെ മറ്റു ചില വീടുകളിലും കടകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണശ്രമം നടന്നിട്ടുണ്ട്. തുടർച്ചയായ ദിവസങ്ങളിൽ പ്രദേശത്ത് മോഷണശ്രമം ഉണ്ടായതോടെ പ്രദേശവാസികളും ഭീതിയിലാണ്. പോലീസ് രാത്രികാല പരിശോധന ശക്തമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മഠത്തിൽ തൊടി രുക്കുവിൻ്റെ രുക്മിണിയുടെ വീട്ടില് 4 ദിവസം മുമ്പേ ഒരു 1:30 മണിക്ക് കള്ളം വന്നിരുന്നു.
ഒരു തലമുടി വീട്ടിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഫോണൊക്കെ വിളിച്ച് അടുത്ത വീട്ടിലെ ആളുകളൊക്കെ വന്ന് കൂടിയപ്പോഴേക്ക് കള്ളൻ പാടത്തേക്ക് അങ്ങോട്ട് ചാടിയെന്നാണ് വിവരം കേട്ടുള്ളത്. വാതിലിൻ്റെ ഭാഗമൊക്കെ കുത്തിയിട്ട് ലേശം കേടുവരുത്തിയിരുന്നു. ജാഗ്രത പാലിക്കുന്നതല്ലാതെ മാത്രമല്ല പോലീസ് രാത്രി 2-3 പ്രാവശ്യം വാരണാസിയിൽ പൊതുവിലും ഈ 7ാം വാർഡിൻ്റെ കിഴക്കേ ഭാഗത്ത് പ്രത്യേകിച്ചും ഒഴിഞ്ഞ പാടാണ്. ആ ഭാഗത്ത് കൂടെ വരാനല്ല. പിന്നെ അങ്ങാടിക്കുളത്തിൻ്റെ ആ ഭാഗം മോശമായിട്ടുള്ള ഭാഗം തന്നെയാണ്. പാടുള്ള ഭാഗങ്ങളാണ്. ഓടാൻ സൗകര്യമാണ് ഇവർക്ക്. അതേസമയം കുറുവ സംഘങ്ങളാണ് ഇത്തരത്തിലുള്ള മോഷണശ്രമങ്ങൾക്ക് പിന്നിലെന്ന പ്രചരണവും നടക്കുന്നുണ്ട്. എന്നാൽ ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചില്ല. ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ വാസ്തവവിരുദ്ധമാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കൂറ്റനാട് കരിമ്പയിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. ബുധനാഴ്ച രാത്രിയോടെ കൂറ്റനാട് കരിമ്പ കയറ്റത്തിൽ വെച്ചായിരുന്നു അപകടം. വരവൂർ സ്വദേശികളായ 3 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. പടിഞ്ഞാറങ്ങാടി ഭാഗത്തു നിന്നും കൂറ്റനാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷ കരിമ്പ കയറ്റത്തിൽ വെച്ച് നിയന്ത്രണം നഷ്ടമായി മറിയുകയായിരുന്നു. അപകടത്തിൽ മറിഞ്ഞ ഓട്ടോറിക്ഷയ്ക്കടിയിൽപ്പെട്ട ഓട്ടോ ഡ്രൈവറെ ഓടിക്കൂടിയ നാട്ടുകാരാണ് വാഹനം ഉയർത്തിയ ശേഷം പുറത്തെടുത്തത്. മോഷ്ടിച്ച മൊബൈൽ ഫോണിൽ സിം കാർഡ് ഇട്ട മോഷ്ടാവ് പോലീസ് പിടിയിലായി. മോഷണത്തിന് 17 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതിയെ ചെറുതുരുത്തി പോലീസ് പിടികൂടിയത്. പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന് വില കൂടിയ മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിൽ ആലപ്പുഴ പറവൂർ തൊണ്ടിൽ വീട്ടിൽ 36 വയസ്സുള്ള സന്തോഷ് കുമാറാണ് അറസ്റ്റിലായത്. ദേശമംഗലത്ത് താമസിച്ചിരുന്ന അമ്പാട്ട് നാണുവിന്റെ മകൾ സ്വപ്നയുടെ വീട്ടിൽ നവംബർ 11-നായിരുന്നു മോഷണം. ഇവർ ഇപ്പോൾ ചെന്നൈയിൽ ഇൻകം ടാക്സ് കമ്മീഷണറായി ജോലി ചെയ്തു വരികയായതിനാൽ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. മോഷണം നടന്ന് 17 ദിവസങ്ങൾക്ക് ശേഷം മൊബൈലിൽ സിം കാർഡ് ഇട്ടതോടെ പോലീസ് ലൊക്കേഷൻ കണ്ടെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു. 6 വർഷമായി ദേശമംഗലം കൊണ്ടയൂരിൽ പഴയ വീടുകൾ പൊളിക്കുന്ന ജോലി ചെയ്യുന്നയാളാണ് പ്രതി. പോക്സോ ഉൾപ്പെടെ നിരവധി കേസിലെ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് അറിയിച്ചു. CI ആനന്ദകൃഷ്ണൻ, SI വി സുഭാഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിജയൻ, വിനീത് മോൻ, CPO ഗിരീഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. തെളിവെടുപ്പിനു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. CCTV ന്യൂസ് തളി. വടക്കാഞ്ചേരിയിൽ കാട്ടുപന്നിക്ക് വെച്ച വൈദ്യുതി കെണിയിൽ നിന്നും ഷോക്കേറ്റ് യുവാവ് മരിച്ചു. വിരുപ്പാക്ക സ്വദേശി ഷെരീഫാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെയാണ് വിരുപ്പാക്കയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഷെരീഫിനെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടത്. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞ മാസം വരവൂർ പിലാക്കാട് പാടശേഖരത്തിൽ കാട്ടുപന്നിയെ പിടികൂടാൻ സ്ഥാപിച്ചിരുന്ന വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് സഹോദരങ്ങൾ മരിച്ചിരുന്നു. ജില്ലയിൽ സമാനമായ രീതിയിലുള്ള അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. വല്ലപ്പുഴ ചെറുകോട് ഗവൺമെന്റ് LP സ്കൂളിൽ അനുമോദന സദസ്സും അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൾ ലത്തീഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വല്ലപ്പുഴ ചെറുകോട് ഗവൺമെന്റ് LP സ്കൂളിൽ വിവിധ കലാ കായിക ശാസ്ത്രമേളകളിൽ മികച്ച നേട്ടം കൈവരിച്ച പ്രതിഭകൾക്കാണ് അനുമോദനം ഒരുക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൾ ലത്തീഫ് അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ ഞാൻ നന്നായി അഭിനയിക്കാൻ അറിയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ നന്നായി വരക്കാൻ അറിയുന്ന ഒരാളാണ് എന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നത് വളരെ ചെറിയ ക്ലാസ്സിൽ നിന്നുമാണ്. അതിൻ്റെ ഒരു പ്രധാന ഘടകം അവസരം ലഭിക്കുക എന്നുള്ളത് കൂടിയാണ്. കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള അവസരം ലഭിക്കുന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള പ്രതിഭകളെ നമുക്ക് വാർത്തെടുക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. നല്ല നല്ല കഴിവുകളുള്ള വിദ്യാർത്ഥികളായി മാറും നമ്മുടെ ഓരോ വിദ്യാർത്ഥികളും. ഈ അടുത്ത കാലത്ത് സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഡയറക്ടർമാരിലൊരു അവാർഡ് ഉണ്ടായിരുന്നു, ചലച്ചിത്ര അവാർഡ് ഉണ്ടായിരുന്നു. ഈ അടുത്ത ചെറുപ്പക്കാരുടെ 2023-24 അധ്യയന വർഷം വാർഷിക പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് തൊടുക്കാട്ടുതൊടി നാരായണ മാസ്റ്ററുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ എൻഡോൺമെന്റുകളും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ഹരിഗോവിന്ദൻ അധ്യക്ഷനായിരുന്നു. സ്കൂൾ PTA പ്രസിഡന്റ് ET അബ്ദുൾ റഷീദ്, SMC ചെയർമാൻ കൃഷ്ണകുമാർ, MPTA പ്രസിഡന്റ് മുനീറ, പൂർവ്വ വിദ്യാർത്ഥി സംഘം രക്ഷാധികാരി CP ബാലഗോപാൽ, സീനിയർ അസിസ്റ്റന്റ് പ്രവീൺ, SRG കൺവീനർ മിന്നത്ത്, കല്ലിങ്ങൽ ഹംസ, കല്ലിങ്ങൽ റംലത്ത്, സ്കൂൾ പ്രധാനാധ്യാപിക KM ഗിരിജ, സ്റ്റാഫ് സെക്രട്ടറി യൂസഫ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തൃത്താലയിൽ നെൽപ്പാടം മണ്ണിട്ട് തൂർത്ത ഉടമയെ കൊണ്ട് തന്നെ നികത്തിയ മണ്ണ് നീക്കം ചെയ്യിപ്പിച്ച് റവന്യൂ വകുപ്പിന്റെ സർജിക്കൽ സ്ട്രൈക്ക്. തൃത്താല സെന്ററിൽ ഗവൺമെന്റ് ആശുപത്രിക്ക് മുൻവശത്തെ നെൽവയലാണ് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തിയത്. മുഴുവൻ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് പാടം മണ്ണിട്ട് തൂർത്തത്. ഇത്തരത്തിൽ മണ്ണിട്ട് തൂർത്ത് കരഭൂമിയാക്കി മാറ്റിയ സ്ഥലത്ത് നിർമ്മാണ പ്രവൃത്തികൾ നടത്താനായിരുന്നു ലക്ഷ്യമെന്നാണ് സൂചന. നെൽപ്പാടം മണ്ണിട്ട് നികത്തുന്നതിൽ പ്രതിഷേധവും പരാതികളും ഉയരുകയും ചെയ്തു. തുടർന്ന് വ്യാഴാഴ്ച രാവിലെ പട്ടാമ്പി താലൂക്ക് റവന്യൂ വകുപ്പ് സംഘം
അടിയന്തരമായി സ്ഥലത്ത് സന്ദർശനം നടത്തി. നിയമലംഘനം ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അധികൃതർ പാടം മണ്ണിട്ട് നികത്തിയ ഉടമയെക്കൊണ്ടുതന്നെ മണ്ണുമാന്തി യന്ത്രമെത്തിച്ച ശേഷം നികത്തിയ മണ്ണ് മുഴുവനായും നീക്കം ചെയ്യിപ്പിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർ AS ദീപുവിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ വകുപ്പ് സംഘമാണ് സ്ഥലം സന്ദർശിച്ച ശേഷം ദ്രുതഗതിയിൽ നടപടിയെടുത്തത്. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ തുടർന്നാൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് റവന്യൂ സംഘം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. CCTV ന്യൂസ് തൃത്താല. CPIM 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള തൃത്താല ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥ നടന്നു. പൊതുസമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകയുമായുള്ള ജാഥ വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് ഞാങ്ങാട്ടിരി P. അയ്യപ്പന്റെ രക്തസാക്ഷി കുടീരത്തിൽ നിന്നും പുറപ്പെട്ടു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം KP ശ്രീനിവാസൻ ക്യാപ്റ്റനായുള്ള പതാക ജാഥയിൽ 200 അത്ലറ്റുകളാണ് പങ്കെടുത്തത്. പതാക ജാഥ പൊതുസമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നപ്പോൾ തിരുമിറ്റക്കോട് മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള മെഗാ തിരുവാതിരക്കളി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. 29, 30 തീയതികളിലായി തിരുമിറ്റക്കോടാണ് ഏരിയ സമ്മേളനം നടക്കുന്നത്. 29-ന് രാവിലെ 9:30 പ്രതിനിധി സമ്മേളനം VM ബാലൻ മാസ്റ്റർ നഗറിൽ ആരംഭിക്കും. സംസ്ഥാന കമ്മിറ്റി അംഗം MP രാജേഷ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ P. മമ്മിക്കുട്ടി MLA, VK ചന്ദ്രൻ എന്നിവർ പങ്കെടുക്കും. ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത പ്രതിനിധികളും ഏരിയ കമ്മിറ്റി അംഗങ്ങളുമടക്കം 150 പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും. 30-ന് വൈകിട്ട് 4:30 തൃത്താല ഏരിയയിലെ എല്ലാ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുമായി 1000 റെഡ് വളണ്ടിയർമാരുടെ മാർച്ചും തിരുമിറ്റക്കോട് ലോക്കൽ കേന്ദ്രീകരിച്ചുള്ള ബഹുജന റാലിയും ആറങ്ങോട്ടുകര സെന്ററിൽ നിന്ന് ആരംഭിക്കും. ഇതിൻ്റെ ഭാഗമായി ഏരിയ സമ്മേളനങ്ങളും അതിനുശേഷം ജില്ലാ സമ്മേളനവും സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസും സമയബന്ധിതമായി നടത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള പട്ടിക നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഏരിയ സമ്മേളനത്തിൻ്റെ തുടക്കം ഇന്ന് വൈകുന്നേരം പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്നതോടുകൂടി ആരംഭിക്കുന്നുണ്ട്. അനുബന്ധ പരിപാടികൾ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ ഒറ്റത്തിരിഞ്ഞാക്രമിക്കാനും വലതുപക്ഷ രാഷ്ട്രീയ മാധ്യമങ്ങൾ, പിന്തിരിപ്പൻ ശക്തികൾ, വർഗീയ പ്രതിലോമകാരികൾ എല്ലാവരും ചേർന്നുകൊണ്ട് എല്ലാവരുടെയും ശത്രു CPM ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കാൻ അവർ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ഇറുമ്പകശ്ശേരി AUP സ്കൂൾ ഗ്രൗണ്ട് M. ചന്ദ്രൻ നഗറിൽ ചേരുന്ന പൊതുസമ്മേളനം MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. CCTV ന്യൂസ് തൃത്താല. അക്ഷരജാലകം സാംസ്കാരിക കൂട്ടായ്മയുടെ ഗുരുശ്രേഷ്ഠ പുരസ്കാര സമർപ്പണം ഈ മാസം 30-ന് നടക്കും. ഇതോടൊപ്പം പുസ്തക പ്രകാശനവും നടത്തുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അക്ഷരജാലകം ബുക്സ് പ്രസിദ്ധപ്പെടുത്തിയ KR ശ്രീലതയുടെ സ്ത്രീയും കലാരംഗവും എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനവും അക്ഷരജാലകം ഗുരുശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവുമാണ് ഈ മാസം 30-ന് ഞാങ്ങാട്രി ശ്രീ മഹർഷി വിദ്യാലയത്തിൽ നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രമുഖ സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്റർ പുസ്തക പ്രകാശനം നിർവഹിക്കും. മഹർഷി വിദ്യാലയ ഡയറക്ടർ വിനയ ഗോപാൽ പുസ്തകം ഏറ്റുവാങ്ങും. കേരളത്തിലെ ശ്രദ്ധേയരായ 4 അധ്യാപകർക്കാണ് പുരസ്കാരം നൽകുന്നത്. കാസർഗോഡ് ജില്ലയിലെ പീലിക്കോട് പഞ്ചായത്തിലെ ചന്ദേര ഇസത്തുൽ ഇസ്ലാം ALP സ്കൂൾ അധ്യാപകൻ KT വിനയചന്ദ്രൻ, പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ ഉമ്മനഴി ALP സ്കൂളിലെ അധ്യാപക A. റൈഹാന, വയനാട് ജില്ലയിലെ നൂൽപ്പുഴ പഞ്ചായത്തിലെ വടക്കനാട് GLP സ്കൂളിലെ അധ്യാപിക TK സൗദ, മലപ്പുറം ജില്ലയിലെ തിരൂർ പൊറൂർ വെള്ളക്കാട്ട് മുഹമ്മദ് ഹംസ മെമ്മോറിയൽ ALP സ്കൂൾ പ്രധാനാധ്യാപിക V. ഹർഷ എന്നിവർക്കാണ് ഈ വർഷത്തെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിക്കുന്നത്. ഇത്തരം വിഷയങ്ങളിലേക്ക് പുതിയ തലമുറയെ പറഞ്ഞെത്തിക്കുക എന്ന വലിയൊരു ഉദ്ദേശത്തിൻ്റെ ഭാഗം കൂടെയാണ് സ്ത്രീ കലാരംഗം എന്ന ഈ പുസ്തകം. അങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം ഈ വരുന്ന ശനിയാഴ്ച വൈകുന്നേരം 4:30 ഞാങ്ങാട്ടിരി ശ്രീ മഹർഷി വിദ്യാലയത്തിൽ വെച്ച് നടക്കുകയാണ്. പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ വിദ്യാധരൻ മാഷാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത്. അതുപോലെ പുസ്തകം ഏറ്റുവാങ്ങുന്നത് മഹർഷി വിദ്യാലയത്തിൻ്റെ ഡയറക്ടർ ബഹുമാന്യനായ ശ്രീ വിനയ ഗോപാലൻ മാസ്റ്ററാണ്. അങ്ങനെ ഒട്ടനവധി പ്രതിഭകൾ സംഗമിക്കുന്ന ഒരു വേദിയിൽ നമ്മുടെ നാട്ടിലെ കലാ സാംസ്കാരിക രംഗത്ത് പ്രത്യേകിച്ച് നമ്മുടെ ശിവരാമൻ പെരിങ്ങോട്, വിജയൻ ചാത്തന്നൂർ,
രാധിക അശോക് തുടങ്ങിയ ഒട്ടനവധി ആളുകൾ നമ്മുടെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നു. 10,000 രൂപയുടെ പുസ്തകങ്ങളും പ്രശസ്തി പത്രവും ഫലകവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹുസൈൻ തട്ടത്താഴത്ത്, സതീഷ് കാക്കാരത്ത്, പരമേശ്വരൻ ആറങ്ങോട്ടുകര, രാമനുണ്ണി മേലേതിൽ, വത്സല ഞാങ്ങാട്രി, ഗ്രന്ഥകാരി KR ശ്രീലത തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത്തരം ഒരു ലേഖനത്തിൽ എത്തിപ്പെടുന്നത്. PhD ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എൻ്റെ വിഷയം കലകൾ എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ കലകളെക്കുറിച്ച് ഒരുപാട് പഠിക്കാൻ വേണ്ടി കലാമണ്ഡലത്തിൽ പോവുകയും അവിടെയുള്ള കുറിപ്പുകളും അവിടെയുള്ള പഠന ഗ്രന്ഥങ്ങളുടെയും സഹായത്തോടെ എഴുതി തയ്യാറാക്കിയ കുറേ പഠനക്കുറിപ്പുകളാണ് ഈ പുസ്തകത്തിൽ. പിന്നീട് ഗൈഡ് ആ വിഷയം മാറ്റാൻ പറയുകയും അപ്പോൾ അതിൽ നിന്നും വ്യതിചലിക്കുകയും ചെയ്തു. അപ്പോൾ തുടർന്ന് ഇത് വെറുതെ ഇരിക്കുകയായിരുന്നു, ഇത്തരം പഠനക്കുറിപ്പുകൾ വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ ശ്രീ ഹുസൈൻ തട്ടത്താഴത്തിൻ്റെ സ്നേഹപൂർണമായ നിർബന്ധത്തിനൊടുവിലാണ് ഞാനതൊരു ലേഖനമായിട്ട് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പിന്തുണയോട് കൂടിയിട്ടാണ് ഞാൻ ആ ലേഖനം പ്രസിദ്ധീകരിച്ചത്. അദ്ദേഹത്തിനാണ് അതിൻ്റെ എല്ലാ ക്രെഡിറ്റും. 4 പെൺകുട്ടികൾക്ക് മംഗല്യഭാഗ്യമൊരുക്കി തലശ്ശേരി MSA ബനാത് യത്തീംഖാന. ദേശമംഗലം തലശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന MSA ബനാത് യത്തീംഖാനയിലെ 4 അന്തേവാസിനികളുടെ വിവാഹം നവംബർ 30 ശനിയാഴ്ച ഉച്ചയ്ക്ക് നടക്കുമെന്ന് യത്തീംഖാന ഭാരവാഹികൾ പറഞ്ഞു. അധികൃതരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചടങ്ങിന് പാണക്കാട് ഷമീർ അലി ശിഹാബ് തങ്ങൾ കാർമ്മികത്വം വഹിക്കും. യത്തീംഖാന ജനറൽ സെക്രട്ടറി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി, MP അബ്ദുള്ള കോയത്തങ്ങൾ, TA എന്തിൻകുട്ടി ഹാജി, TP ഹംസ, TM ഹംസ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വടക്കാഞ്ചേരി ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിൽ ഇരട്ട കിരീടവുമായി ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂൾ. 2024 LP വിഭാഗം ജനറൽ 1ാം സ്ഥാനം, LP വിഭാഗം അറബിക് കലോത്സവം 1ാം സ്ഥാനവും സ്കൂൾ നേടിയതിന്റെ വിജയാഘോഷം നടത്തി. സ്കൂളിൽ നിന്നും ആരംഭിച്ച വിജയാഹ്ലാദ പ്രകടനം ചെറുതുരുത്തിയിൽ സമാപിച്ചു. തുടർന്ന് വിജയികളായ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും ട്രോഫികളും വിതരണം ചെയ്തു. പ്രധാന അധ്യാപകൻ PK മോഹനൻ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സീനിയർ അധ്യാപിക ശാലിനി KM അധ്യക്ഷത വഹിച്ചു. AA അബ്ദുൽ ഗഫൂർ, കവിത TA, രജനി NA, പ്രസീദ S, ഷാഹിൻ CS, സൂര്യ MS എന്നിവർ സംസാരിച്ചു. ഇതോടെ നിളവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.